മിന്നൽ വേഗത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾ മാറിമറിയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നു, അതിലൊരു കുഴപ്പവുമില്ല എന്നാണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇതേ പ്രതിപക്ഷ നേതാവ് നമ്മളോട് പറഞ്ഞത് എന്താണ്? ഒരു വർഗീയ ശക്തികളുടെയും പിന്തുണ ഞങ്ങൾ UDF-ന് വേണ്ട എന്നാണ്. നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ ആ പ്രസ്താവന എടുത്ത് ദൂരെ എറിയുന്ന പ്രതിപക്ഷ നേതാവിനെ കാണുന്നു. വാക്കിന് കീറിയ ചാക്കിന്റെ പോലും വിലയില്ലാതാകുന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ രണ്ട് പ്രതികരണങ്ങൾ നമുക്ക് കാണാം. ഞാൻ തൃക്കാക്കര ഇലക്ഷന്റെ പീക്കിൽ ഏത് തെരഞ്ഞെടുപ്പ് കാലത്ത് ആരാണ് പറഞ്ഞേക്കുന്നത് ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിറങ്ങാൻ ഞങ്ങൾ പോവില്ല, ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതേതരവാദികളുടെ വോട്ട് കൊണ്ട് ഉമാ തോമസ് ജയിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളല്ലേ. ഒരു കാലത്തും രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഇത്തരം വർഗീയ ശക്തികളുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്, ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കും. അവരെ ആ വാദമൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ.